ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ആഴ്ച നമ്മള് 17 18 സങ്കീർത്തനങ്ങളാണ് പഠിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് 19 20 സങ്കീർത്തനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയാണല്ലോ. 19 സങ്കീർത്തനം നമുക്കറിയാം, നമ്മുടെ ആരാധനാക്രമത്തിൽ ഈ സങ്കീർത്തന ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാന്ന് ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ ആരാധനകളിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? കെന്ത നമസ്കാരത്തിൽ, പ്രഭാത നമസ്കാരത്തിൽ ഉപയോഗിക്കുന്നതാണ് ഈ സങ്കീർത്തനം. കെന്ത കാലഘട്ടത്തിൽ പ്രഭാത നമസ്കാരത്തിൽ ഈ സങ്കീർത്തനം 19 സങ്കീർത്തനം ഉപയോഗിക്കാറുണ്ട്. പിന്നീട് പല ഓർത്തഡോക്സ് പാരമ്പര്യങ്ങളിലും, പ്രത്യേകിച്ച് ഓറിയന്റൽ അല്ലാത്ത ഓർത്തഡോക്സ് സഭകളിലെല്ലാം ഈ സങ്കീർത്തന ഭാഗം ദനഹ, അതേപോലെ തന്നെ യേശുവിന്റെ ജനനം, ഈ ഭാഗങ്ങളിലെല്ലാം ഉപയോഗിച്ച് കാണുന്നതായിട്ട് ഒരിടത്ത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാധനാ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനം കൂടെയാണ് ഇത്. ആരാണ് എഴുതിയതെന്ന് അതിന്റെ തലക്കെട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ സങ്കീർത്തനം ഒന്ന് വായിക്കാമോ മുഴുവനായിട്ട്? ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും, ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചൊല്ലുന്നു. അവിടെ അവൻ സൂര്യൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്തു നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവുമാകുന്നു. അതിന്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എന്റെ പാറയും എന്റെ വീടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ബറക്മോ. നമ്മുടെ 19 സങ്കീർത്തനം നമുക്കറിയാം, കുറച്ചതൊരു സാഹിത്യപരമായിട്ട് രചിക്കപ്പെട്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യകാരനായ C.S. ലൂയിസ്, അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ് എങ്ങനെയാണ് ഈ സങ്കീർത്തനത്തെ പറ്റി: സങ്കീർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതും കവിതാ ഭംഗിയുള്ളതും ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവുമായ കീർത്തനമാണ് ഈ സങ്കീർത്തനം. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 19 സങ്കീർത്തനം സങ്കീർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതും കവിതാ ഭംഗിയുള്ളതും ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവുമായ കീർത്തനമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അത് വായിക്കുമ്പോഴും നമുക്ക് ഇത്
അങ്ങനെ തന്നെ നമുക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഇത് സങ്കീർത്തനക്കാരൻ, പ്രത്യേകിച്ച് ദാവീദ്, അദ്ദേഹം ഒരു വാന നിരീക്ഷകനായിരുന്നോ? അദ്ദേഹം അങ്ങനത്തെ ഒരു വാന നിരീക്ഷകനൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ അഗ്രഗണ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഇതെല്ലാം നിരീക്ഷിക്കാനായിട്ട് പഠിപ്പിച്ചു. അതായത് അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു എന്ന് നമുക്കറിയാലോ. ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. ഈ ആടുകളെ മേയിച്ചുകൊണ്ട് ദേശങ്ങൾ തോറും സഞ്ചരിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ ഈ ആടുകളെ എല്ലാം എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരിടത്താക്കി അദ്ദേഹം ഉറങ്ങാതെ എവിടെ കിടക്കും? അതിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരിടത്ത് കിടക്കാൻ സാധ്യതയുണ്ട്. കിടക്കുമ്പോൾ അറിയാം, കൂടാരത്തിനകത്തോ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു വീടിന്റെ അകത്തോ ഒന്നുമല്ല കിടക്കുന്നത്. മറിച്ച് അദ്ദേഹം കിടക്കുന്നത് തുറസായ സ്ഥലത്ത്, ആടുകൾക്ക് സമീപമായ ഒരിടത്ത് ഉറങ്ങാതെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉറങ്ങിയാൽ ഒരുപക്ഷെ ചെന്നായോ അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളോ കടന്നു വന്ന് അത് ഈ ആടുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ബോധ്യം തീർച്ചയായിട്ടും ദാവീദിനുള്ളത് കൊണ്ട് അദ്ദേഹം കുറെ നേരമെങ്കിലും ഉറങ്ങാതെ അല്ലെങ്കിൽ ഒരു പാതി മയക്കത്തിലൊക്കെ ആയിരിക്കാം രാത്രികാലങ്ങൾ ചെലവഴിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, കിടക്കുമ്പോൾ അദ്ദേഹം മുകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനോഹരമായ ആകാശം, പ്രത്യേകിച്ച് പൂർണ്ണചന്ദ്രനൊക്കെ ഉള്ള കാലഘട്ടം ആണെങ്കിൽ തീർച്ചയായിട്ടും ആകാശം, ആകാശവിതാനം, അതുപോലെ ചന്ദ്രൻ, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, ഇങ്ങനെയുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിയെ കാണാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ധ്യാനിക്കാനും ഒക്കെ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം എഴുതുമ്പോൾ അദ്ദേഹം ഈ പ്രകൃതിയിൽ ഉള്ള ദൈവത്തിന്റെ കരവേലയെ ഉപയോഗിച്ച് ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒന്നാമത്തെ വാക്യം എങ്ങനെയാണ്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിതാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നതും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതുമായ കാര്യങ്ങളാണെന്ത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങളാണ്. നമ്മളിപ്പോ അന്ന് ആ കാലഘട്ടത്തിൽ ദാവീദ് അന്ന് ഈ വിദൂരങ്ങൾ കാണാൻ തക്ക വിധത്തിലുള്ള യന്ത്ര സാമഗ്രികളൊന്നും കണ്ടുപിടിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ട കാര്യങ്ങളെ പറ്റി അദ്ദേഹം അത് ദൈവമഹത്വത്തിന് വേണ്ടി വർണ്ണിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. നമുക്ക് പലയിടങ്ങളിൽ സഞ്ചരിക്കാൻ, പ്രത്യേകിച്ച് ചന്ദ്രനിൽ കാലുകുത്താൻ, അതുപോലെ മറ്റ് ഗ്രഹങ്ങളിൽ കാലുകുത്താൻ, അതുപോലെ ഈ കാണുന്നത് മാത്രമല്ല മറ്റനേകം ഗാലക്സികൾ ഉണ്ടെന്ന് കണ്ടെത്താൻ, ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം ഈ പണ്ട് കാലഘട്ടത്തിൽ കണ്ടത് പോലെയുള്ള ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോ. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി വളരെ നിസ്സാരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂഴി മണലിന് തുല്യമാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിന്റെ കാലഘട്ടത്തെക്കാൾ ഉപരിയായി ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങൾ കണ്ട് അതിനെ ഉപയോഗിച്ച് ദൈവത്തിന്റെ നാമത്തെ എത്ര അധികമായിട്ട് നമുക്ക് മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാവീദ് അങ്ങനെയാണ് ചെയ്യുന്നത്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിതാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പിന്നീട് സാഹിത്യ രൂപത്തിലാണ് പിന്നീട് പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളുമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവ് നൂലും, ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്തു നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു. അതിന്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികളെ പറ്റി വർണ്ണിക്കുകയാണ്. അതായത് നമുക്കറിയാം,
ഇതിനെ മനുഷ്യരാരും നിയന്ത്രിക്കുന്നതല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിലുണ്ട്. അതായത് പകല് രാത്രി ഇതെല്ലാം കൃത്യസമയത്ത് വരുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർ ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമാണെന്ന് ദാവീദ് സമർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവം സൃഷ്ടാവാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, ഇതിന്റെ അധിപതിയാണ്, ഇതിന്റെ നിയന്താവാണെന്ന് ഈ ദാവീദ് ഈ ആദ്യത്തെ 5 വാക്യങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രകീർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, തീർച്ചയായിട്ടും നമ്മുടെ നാവുകളിലൂടെയും ഇതുപോലെയുള്ള സംസാരങ്ങൾ ഉണ്ടാകണം. ദൈവത്തിന്റെ കരവേല, ദൈവത്തിന്റെ പ്രവൃത്തി, അതിന് മഹത്വം കൊടുക്കണം. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇത് ദാവീദിന്റെ ജീവിതത്തിൽ അത് നമുക്ക് ശക്തമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് 7 മുതലുള്ള വാക്യങ്ങൾ അദ്ദേഹം ഇങ്ങനെയാണ്, 7ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ അറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത കൽപ്പനകളാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ, പ്രവാചകന്മാരിലൂടെ ലഭിച്ച പ്രവചന ദൂതുകൾ, ഇതെല്ലാമാണ് ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം, യേശുവിന്റെ വചനം എന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ വചനം, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പിന്നീടുള്ള 11 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് പറയുന്നത്. ആദ്യം പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി ആദ്യത്തെ 6 വാക്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. പിന്നീട് ദൈവത്തിന്റെ വചനത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി, അതിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിച്ച് കേൾക്കുവാനായിട്ട് മനസ്സിലാകുന്നത്, ധ്യാനിക്കാനായിട്ട് നമുക്ക് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ്: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. അതായത് ഒന്നാമത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ്, അത് പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, പെർഫെക്റ്റ്. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് ഇനി ഒന്നും കൂട്ടാനോ ഒന്നും കുറയ്ക്കാനോ ഇല്ല, അത് തികവുള്ളതാണ്. പിന്നീട് പറയുകയാണ്, അതുകൊണ്ട് ലഭിക്കുന്ന ഗുണം എന്താന്ന് ചോദിച്ചാൽ അത് പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവവചനത്തിന്റെ പ്രത്യേകത ആദ്യം പറയുന്നു, അതാണ് തികവുള്ളത്. പിന്നീട് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രാണനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് വേണ്ടത് എന്താണ്? അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത്, നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പറയുന്നതിന്റെ കാര്യം, ആത്മാവിന് ലഭിക്കേണ്ട ദൈവത്തിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന പാലാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ദാവീദ് പറയുകയാണ്, ഇത് തികവുള്ളതാണ്, പെർഫെക്റ്റ് ആണ്, അത് പ്രാണനെ തണുപ്പിക്കും. രണ്ടാമത് യഹോവയുടെ സാക്ഷ്യം, അതും വചനമാണ്, വിശ്വാസ്യമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് പിന്നെ ഒന്നും ദൈവം പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാണ് ചില വചനങ്ങൾക്ക് കർത്താവ് ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ എന്ന് ഞാൻ പറയുന്നു. അതായത് ആണയിട്ട് ദൈവം ചില വചനങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അല്ലാതെയും പറയുന്നുണ്ട്. എന്തായാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന് യേശു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും മാറിപ്പോയേക്കാം, എന്നാൽ എൻ്റെ വചനങ്ങളോ അതിന് മാറ്റമില്ല എന്ന് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, എൻ്റെ സാക്ഷ്യം, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അതായത് ദൈവം ഒരു പ്രവചനം നമുക്ക് തരികയാണെങ്കിൽ പൂർണ്ണമായിട്ടും അതിനകത്ത് നമുക്ക് വിശ്വസിക്കാം, അതിനകത്ത് ആശ്രയിക്കാം. കാരണം മനുഷ്യൻ പറഞ്ഞാൽ പിന്നീട് തിരുത്തി പറയും, എന്നാൽ ദൈവം പറഞ്ഞാൽ പിന്നീട് തിരുത്തലില്ല. ദൈവം പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും ആര് കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. കാരണം ദൈവത്തിന്റെ വാഗ്ദാനമാണത്. അതേപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നുണ്ട്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ട്. ഇത് യേശു പറയുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇതെന്താണ്? ദാവീദ് പറയാണ്, ഇത് വിശ്വാസ്യമാണ്. അതായത് യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ ഒരു പാവിരിച്ച് അപ്പനും അമ്മയും മക്കളും
നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനപ്രകാരം യേശു പറഞ്ഞ വാഗ്ദാന പ്രകാരം എന്തുണ്ട്? യേശു അവിടെ കടന്നു വരും. 2 3 പറയുന്ന നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞ യേശു ഇറങ്ങി വരും. അതാണ് ഇവിടെ പറയുന്നത്. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. പിന്നീട് അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തെ പറ്റി പറയുകയാണ്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അതായത് വചനം, ഇത് ഈ വിശ്വാസ്യമായ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അല്പബുദ്ധിയെ, അതായത് വിശ്വാസത്തിൽ കുറവുള്ളവനെ വലിയ വിശ്വാസത്തിലേക്ക് ഇത് നയിക്കും. അതുപോലെ തന്നെ അറിവിൽ കുറവുള്ളവനെ വലിയ ഒരു അറിവിലേക്ക്, അത് ഈ ഭൗതികമായ അറിവ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകരുത്, മറിച്ച് ആത്മീയമായ ഒത്തിരി ഉൾക്കാഴ്ചകൾ, ആത്മീയമായ കുറെ അറിവുകൾ അവന് ലഭിക്കും ഈ വചനം പഠിക്കുമ്പോൾ എന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് വചനത്തെ പറ്റി ഇവിടെ പറഞ്ഞത്. ഒന്ന്, അത് പെർഫെക്റ്റ് ആണ്, തികവുള്ളതാണ്. 2, അത് ഷുവറാണ്, വിശ്വാസ്യമാണ്. അതാണ് ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞത്. മൂന്നാമത്തത് 8ാമത്തെ വാക്യം, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ. അതായത് അത് സ്ട്രൈറ്റ് ആണ്, അത് നേരുള്ളതാണ്, അതിനകത്ത് മായമില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം നേരുള്ളതാണ്. അത് നമുക്ക് തരുന്ന വലിയ അനുഗ്രഹം എന്താണ്? അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഒത്തിരി മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷെ അവരെക്കാട്ടിലുമൊക്കെ നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാനും ഹൃദയത്തെ സന്തോഷിപ്പിക്കാനും ആനന്ദം കൊണ്ട് നിറയ്ക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ ദുരിതങ്ങളിൽ, നമ്മുടെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെയുള്ള നടപ്പിലൊക്കെ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ, മനുഷ്യന് ബലം പകരാൻ ഈ വചനത്തിന് കഴിയുമെന്ന് നമുക്ക് ഈ സഭാചരിത്രവും പിന്നീട് നമ്മുടെ വ്യക്തി ജീവിതവും ഒക്കെ എടുത്തു നോക്കിയാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കിട്ടിയത് മുഴുവനും വലിയ വേദനകളും സഹനങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ആയിരുന്നു. പൗലോസ്ലീഹ കൊരിന്ത് ലേഖനത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ ഒന്നു പറയാതെ യഹൂദന്മാരിൽ നിന്ന് 40 അടി വെച്ച് 2 പ്രാവശ്യം കൊണ്ടു. അങ്ങനെ ഒത്തിരി അടി പൗലോസ്ലീഹയ്ക്ക് കൊള്ളേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം പിന്നീട് പറയുകയാണ്, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ആഴ്ചകൾ ഈ കടലിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വലിയ അപകടത്തിലകപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ചാട്ടവാറ് കൊണ്ട് അടിയേക്കേണ്ടി വന്നു. കല്ലേറ് കൊണ്ടിട്ട് ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞ് ആ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞതാണ് പൗലോസ്ലീഹായെ. അങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോയിട്ടും, അതുപോലെ ശിഷ്യന്മാരുടെ ഒക്കെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശിഷ്യന്മാരെ എല്ലാം കൊന്നൊടുക്കുകയാണ് ചെയ്തത്. യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം സാക്ഷ്യമരണം പ്രാപിച്ചവര്, രക്തസാക്ഷികളായി തീർന്നവരാണ്. യോഹന്നാനും അതിന് തുല്യമായ അവസ്ഥകളിലൂടെ കടന്നുപോയി. അതായത് എരിയുന്ന തീച്ചൂളയ്ക്ക് മുകളിൽ എണ്ണ വെച്ചിട്ട് അതിനകത്ത് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എടുത്തിടുന്നു. അതുപോലെ ഒത്തിരി ഉപദ്രവങ്ങൾ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ശിഷ്യന്മാരുടെ ജീവിതം, അതുപോലെ സുവിശേഷകന്മാരുടെ ജീവിതം, പ്രത്യേകിച്ച് മർക്കോസ് എവൻഗേലിയസ്, അദ്ദേഹത്തെ പറ്റി വായിച്ചു കേട്ടിട്ടുള്ളത്, അദ്ദേഹത്തിനെ കൊല്ലുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കുതിരയുടെ കാലിൽ കയറ് കെട്ടി രഥത്തിന്റെ അതിനകത്ത് വലിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. ദിവസങ്ങളോളം വലിപ്പിച്ച് ശരീരം ആസകലം മാംസം മുഴുവനും പിച്ച് ചീന്തപ്പെട്ട് അസ്ഥി മാത്രം ആകുന്ന ഒരവസ്ഥയിൽ ആകുന്ന രീതിയിൽ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ്. പിന്നീട് കയ്യിലും കാലിലും 4 കയറ് കെട്ടി 4 ദിക്കിലായിട്ട് കുതിരകളെ ഓടിപ്പിച്ച് പിച്ചി ചീന്തി കളയുകയായിരുന്നു ചെയ്തതെന്ന് അദ്ദേഹത്തെ പറ്റി വായിച്ചു കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടെയെല്ലാം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞ ഹൃദയമായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ
സന്തോഷിപ്പിക്കുന്നു. അപ്പൊ ഹൃദയത്തിന് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തി അധ്യായങ്ങൾ, പ്രത്യേകിച്ച് പെന്തിക്കോസ്തിക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ശിഷ്യന്മാർക്ക് ഒത്തിരി അപമാനങ്ങളും അതുപോലെ ആക്ഷേപങ്ങളും അടിയും ഒക്കെ ഏക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്, അവരതിൽ സന്തോഷിച്ചു എന്ന് എഴുതി വെക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ദുഷിക്കപ്പെട്ടതിനെ ഓർത്ത് അവർക്ക് സന്തോഷമുണ്ടായി എന്നാണ് എഴുതി വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം ഹൃദയത്തിൽ നിറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞാൽ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സന്തോഷിക്കാനായിട്ട് സാധിക്കും എന്ന് സങ്കീർത്തനക്കാരൻ നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. പിന്നീട് അടുത്തത് യഹോവയുടെ കൽപ്പന നിർമ്മലമായത്. അപ്പൊ നാലാമത്തെ ദൈവവചനത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത എന്താണ്? യഹോവയുടെ കൽപ്പന നിർമ്മലമാണ്. അതിനകത്ത് ഒന്നുമില്ല, ഒരു തിന്മയും അതിനകത്ത് ഇല്ല. അതായത് അതിനകത്തൊരു മാലിന്യവും ഇല്ല എന്ന് സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുകയാണ്. അതിലൂടെ ലഭിക്കുന്ന കൃപ എന്ന് പറയുന്നത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്താണ്? കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കണ്ണുകളെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ണുകൾക്ക് മുമ്പിൽ വലിയ വെളിച്ചം ഉണ്ടാവുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെട്ട് നമുക്ക് ഈ ഭൂമിയിൽ ബാഹ്യമായിട്ട് കാണുന്നതിനേക്കാൾ ഉപരി ഇവിടെ നടക്കുന്ന ദൈവിക പ്രവർത്തികളും പൈശാചിക പ്രവർത്തികളും ഒക്കെ കാണാൻ തക്കവണ്ണം നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കണ്ണുകൾക്ക് വലിയ വെളിച്ചം ഉണ്ടാവുന്ന ഉള്ളൊരു കാഴ്ചപ്പാടല്ല, മറിച്ച് നമ്മുടെ ഉൾക്കണ്ണുകൾക്ക് വെളിച്ചമുണ്ടാവും, അതിന് പ്രകാശം ഉണ്ടാവും. അതിലൂടെ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പൈശാചിക കെണികൾ കണ്ടെത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും സാധിക്കുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്? ഒന്ന് പറയാമോ? ഒന്ന്, ദൈവത്തിന്റെ വചനം അത് തികവുള്ളതാണ്. അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹമാണ് പ്രാണനെ തണുപ്പിക്കും. പിന്നീട് രണ്ടാമത് ദൈവത്തിന്റെ വിശ്വാസ്യമാണ്. അത് അതിനകത്ത് കൃപയാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കും. മൂന്നാമത് ദൈവവചനത്തിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നത് അത് നേരുള്ളതാണ്. അതായത് അത് സ്ട്രൈറ്റ് ആണ്, അതിനകത്തൊരു കാപട്യവും ഇല്ല. അതുകൊണ്ട് അതിലൂടെ ലഭിക്കുന്ന കാര്യമാണ് അത് ഹൃദയത്തിന് സന്തോഷം പകരും. പിന്നീട് ദൈവത്തിന്റെ കൽപ്പന നിർമ്മലമാണ്, അത് കണ്ണുകൾക്ക് പ്രകാശം തരും. അപ്പോ ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ ഈ കൃപകളെല്ലാം ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അത് പ്രാണനെ തണുപ്പിക്കും. നമ്മുടെ ആത്മാവിന് ഒരു സന്തോഷം അല്ലെങ്കിൽ തണുപ്പ് എന്ന് പറയുമ്പോൾ എന്താ അറിയാലോ, ഏതൊരു സാഹചര്യത്തിലും കൂളായിട്ടിരിക്കാനായിട്ട് പറ്റും. ആ നല്ല സ്പിരിച്വൽ ആയിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് വേണം? വചനം വേണം. അതൊക്കെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ വചനത്തിൽ നല്ല ആഴപ്പെട്ട് കഴിഞ്ഞാൽ അത് ആത്മാവിന് ഒരു കൂളായിരിക്കാൻ, ഏത് സാഹചര്യത്തിലും ദൈവത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ആത്മാവ് ഉയർത്തപ്പെടും. പിന്നീട് അല്പബുദ്ധി ജ്ഞാനിയാകുന്നു, പിന്നെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. പിന്നീട് അടുത്ത വാക്യം, യഹോവ ഭക്തി നിർമ്മലമായത്. ദൈവഭക്തിയെ പറ്റി പറയുന്നതാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നു. ദൈവഭക്തി അത് എന്നേക്കും നിലനിൽക്കുന്നു. പിന്നീട് വചനത്തിന്റെ പ്രത്യേകതയെ പറ്റിയാണ് പിന്നീട് വരുന്നത്. ഒരു 3-4 പ്രത്യേകതകൾ കൂടെ പിന്നീട് അദ്ദേഹം പറയുകയാണ്. യഹോവയുടെ വിധികൾ സത്യമായവ, അത് ട്രൂ ആണ്, അതായത് സത്യമായവ. പിന്നീട് അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ഒന്ന്, അത് സത്യമുള്ളതാണ്. 2, നീതിയുള്ളതാണ്. പിന്നീട് പറയുകയാണ്, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയാണ്. അതായത് സ്വർണം, അതുപോലെ വജ്രം അല്ലെങ്കിൽ വെള്ളി, ഇതിലൊക്കെയും മനുഷ്യന് ഭയങ്കര ആഗ്രഹമുണ്ട്. പല ആളുകൾക്കും സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഭയങ്കര ഒരു ഭ്രമമാണ്. പ്രിയപ്പെട്ടവരെ, അതിനെക്കാട്ടിലും ആഗ്രഹിക്കത്തക്കവയാണ് ദൈവത്തിന്റെ വചനമെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് പറയുന്നു, തേൻകട്ടയെക്കാട്ടിലും മധുരമുള്ളവയാണ് ഈ വചനം. ഇത്രയും പ്രത്യേകതകളാണ്
ആര് പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നത്. 1 തികവുള്ളത്, 2 അത് വിശ്വാസ്യമാണ്, 3 അവ നേരുള്ളവയാണ്, 4 നിർമ്മലമാണ്, 5 സത്യമാണ്, 6 നീതിയുള്ളതാണ്, 7 പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയാണ്, 8 തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണ്, അതിനെക്കാട്ടിലും മധുരമുള്ളവയാണ് എന്ന് പറയുകയാണ്. അതിനുശേഷം 11ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. സങ്കീർത്തനക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അടിയന്, അതായത് എനിക്ക് അവയാൽ പ്രബോധനം ലഭിക്കുന്നു. പ്രബോധനം, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രബോധനം കിട്ടിയാൽ എന്താ ഗുണം എന്ന് അറിയാമോ? വഴി തെറ്റില്ല. ദൈവിക പ്രബോധനം ഉണ്ടായാൽ ദൈവം പറയുകയാണ് ഇതാണ് വഴി, ഇതിലേ പോ എന്ന് പറഞ്ഞാൽ പിന്നീട് വഴി തെറ്റുവോ? ഒരിക്കലും വഴി തെറ്റില്ല. നമ്മൾ പോയ വഴിയെ പറ്റി പിന്നീട് നമുക്ക് അനുദപിക്കാനോ വേദനിക്കാനോ കുറ്റബോധത്തോടുകൂടി ജീവിക്കാനോ ഇടവരില്ല. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഇവയാൽ അടിയന് പ്രബോധനം ലഭിക്കുന്നു. അതായത് ഉള്ളിൽ ദൈവത്തിന്റെ വചനം നിറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന വഴി തെറ്റാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം, അതായത് വചനം എന്ന് പറയാൻ യേശു തന്നെയാണ്. യേശു പറയും ഈ വഴി തെറ്റാണ്, ഇതിലെ പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരന്റെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അപ്പൊ ദൈവിക പ്രബോധനം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ എപ്പോഴും കിട്ടണമോ? ചങ്കിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് വചനം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രബോധനം എപ്പോഴും നമുക്ക് ലഭിക്കും. മക്കളെ എന്തിനു വിടണം, മക്കളെ ഏത് വഴിയിലൂടെ നയിക്കണം, അല്ലെങ്കിൽ ഏത് ബിസിനസ് ചെയ്യണം, ഏത് ജോലിക്ക് പോകണം, എങ്ങനെ ജീവിക്കണം, എവിടെ ജീവിക്കണം, ഈ പ്രബോധനങ്ങളെല്ലാം ലഭിക്കുന്നത് വചനം ചങ്കിനകത്ത് നിറയുമ്പോൾ ഈ പ്രബോധനം ലഭിക്കുമെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ് അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. ഇതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ വചനം പ്രമാണിച്ചാൽ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും എന്തുണ്ട്? പ്രതിഫലം ഉണ്ടെന്ന് യേശു തന്നെ പലയിടങ്ങളിൽ തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിലും പിന്നീട് ശിഷ്യന്മാരിലൂടെയും പിന്നീട് ലേഖനം എഴുതിയ പൗലോസ്ലീഹായിലൂടെയും വെളിപാട് പുസ്തകത്തിലൊക്കെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? ഇതിന് പ്രതിഫലമുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുക. വെളിപാട് പുസ്തകം അവസാനത്തെ അധ്യായം എടുക്കാമോ? അവസാനത്തെ അധ്യായം 22 അധ്യായം 10 മുതൽ വായിക്കാമോ? 12 വരെ. വെളിപാട് 22 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. കണ്ടോ? ഇത് ഞാൻ വേഗം വരുന്നു, എന്റെ കയ്യിൽ എന്തുണ്ട്? പ്രതിഫലവുമായിട്ട് ആര് വരുന്നേ? യേശു വരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവന്റെ വചനം പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. വചനം പ്രമാണിക്കുന്നവർക്കും ഉണ്ട്, വചനം പ്രമാണിക്കാതെ ജീവിക്കുന്നവർക്കും ഉണ്ട് പ്രതിഫലം. അത് വചനം പ്രമാണിക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കില്ല, വചനം പ്രമാണിക്കാതെ ജീവിക്കുന്നവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രതിഫലത്തെ പറ്റി വിശുദ്ധ മത്തായി 25 യേശു പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലതുഭാഗത്തുള്ളവരോട് പറയുകയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം നിങ്ങൾ സ്വന്തമാക്കുവിൻ എന്ന് പറയുന്നു. ഇടതുഭാഗത്തുള്ള ആളുകളോട് പറയുന്നു, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് പോകുവീൻ. പ്രിയപ്പെട്ടവർ, ഇതിനകത്ത് വചനം പ്രമാണിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? ആദ്യം വലതുഭാഗത്തുള്ളവർക്ക് കിട്ടുന്ന, അവരോട് പറയാൻ ദൈവം ഇതൊക്കെ ഒരു പ്രവചന, യേശു പറഞ്ഞ പ്രവചനം. ഇത് അന്ത്യനാളിൽ ന്യായവിധി ദിവസം സംഭവിക്കേണ്ട കാര്യമാണ്. അത് യേശു നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് അത് സംഭവിക്കും. വചനം പ്രമാണിക്കുന്നവർക്ക് ഈ വലതുഭാഗത്തുള്ളവർ കേട്ട ഈ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഇത് പ്രമാണിക്കാതെ ദൈവത്തെ ധിക്കരിച്ച് ഈ ലോകപ്രകാരം ജീവിച്ച് അഹങ്കാരത്തിലും മ്ലേച്ഛതയിലും
മലിനതയിലും ജീവിതം മുന്നോട്ട് നയിച്ചാൽ നേരെ തിരിച്ച് പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ആ പ്രതിഫലം നിത്യനരകാഗ്നിയിലേക്ക് പോകേണ്ടി വരുമെന്ന് വചനം വെളിപ്പെടുത്തുക. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇനി ഒന്നും ചെയ്യാനില്ല ദൈവത്തിന്. കാരണം ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പുത്രനിലൂടെ മുന്നറിയിപ്പുകൾ നൽകി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാക്കി അവനെ ആക്കി ഇല്ലേ. കാൽവറി കുരിശിലെ ക്രൂശമരണത്തിലൂടെ നമ്മുടെ പാപവും ശാപവും എല്ലാം ഏറ്റെടുത്ത് നമ്മളെ അത്രമേൽ രക്ഷയിലേക്ക് നയിക്കാനുള്ള എല്ലാ വഴികളും വാതിലുകളും ദൈവം തുറന്നിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാൽ എന്തായി തീരുമെന്ന് എബ്രായ ലേഖനത്തിലൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വചനം പ്രമാണിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ 7 മുതൽ 11 വരെയുള്ള ഈ വാക്യങ്ങളിൽ ദാവീദ് ദൈവവചനത്തിന്റെ പ്രത്യേകതകളും അതിലൂടെ ലഭിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ദൈവിക കൃപകളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്, പഠിക്കാൻ പരിശ്രമിച്ചത്. പിന്നീട് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അതോടൊപ്പം തന്നെ ഒരു സ്വയം ശോധന ഒക്കെയാണ് പിന്നീടുള്ള വാക്യങ്ങൾ. 12ാമത്തെ വാക്യം ഇങ്ങനെയാണ്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. അപ്പൊ ദൈവസന്നിധിയിൽ ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം അദ്ദേഹം ദൈവത്തോട് പങ്കുവെക്കുകയാണ്. അത് ഇങ്ങനെയാണ്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? തെറ്റുകളെ ഗ്രഹിക്കാൻ ആർക്കാ കഴിയുക? പറയാമോ? തെറ്റുകളെ ഗ്രഹിക്കാൻ ആർക്കാ കഴിയുന്നേ? ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവർക്ക്. അതെ, ദൈവവചനത്തിലൂടെ ജീവിതത്തെ പരിശോധിക്കുന്നവർക്കൊക്കെ അവരുടെ തെറ്റുകളെ ഗ്രഹിക്കാനായിട്ട് പറ്റും. എന്നാൽ ഇതിലും കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരാളിരുന്ന് പറഞ്ഞു തരുന്ന ഒരു സാഹചര്യമുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ പറ്റി യേശു എന്താ പറഞ്ഞതെന്നറിയാമോ? അവൻ ഈ ലോകത്തിലേക്ക് വരുമ്പോ പാപത്തെ പറ്റിയും ന്യായവിധിയെ പറ്റിയും നിങ്ങൾക്ക് ബോധ്യം തരും. എന്തൊക്കെയാണ്? പാപം, ന്യായവിധി. ഇത് രണ്ടും ആരാണ് നമുക്ക് ബോധ്യം തരുന്നത്? പരിശുദ്ധാത്മാവാണ്. അപ്പോ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഓരോ ദിവസവും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ആത്മാവിൽ നമ്മൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? പാപബോധം ഉണ്ടാവും. പാപം നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റും. അത് ഏറ്റുപറഞ്ഞ് അനുതാപത്തോടുകൂടെ ഏറ്റുപറഞ്ഞ് ദൈവകരുണ പ്രാപിക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഇങ്ങനെയാണ് പറയുന്നത്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. പല തെറ്റുകളും ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പം മുതൽ ഈ ഇപ്പോൾ ആയിരിക്കുന്ന പ്രായം വരെയുള്ള എത്രയോ തെറ്റുകൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. പലതും നമ്മൾ മറന്നിട്ടുണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ വചനം വായിച്ച് ധ്യാനിച്ച് നമ്മളൊന്ന് ഒരുങ്ങി നോക്കിക്കേ, തീർച്ചയായിട്ടും പല പാപങ്ങളും ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തരും. അത് ഏറ്റുപറയുമ്പോൾ വലിയ വിടുതലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഡാനിയേൽ പൂവണ്ണനത്തരച്ചന്റെ ഒരു അനുഭവ സാക്ഷ്യം, അദ്ദേഹത്തിന്റെ തന്നെ ഒരു അനുഭവ സാക്ഷ്യം അദ്ദേഹം പങ്കുവെക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, വാവിട്ട് കരയാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല. ഉള്ളിൽ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ അത്രമേൽ അനുതാപവും പശ്ചാത്താപവും അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അങ്ങനെ കുറെ നേരം ഈ വലിയ ശബ്ദമൊക്കെ വന്നപ്പോൾ ഇദ്ദേഹം ചാപ്പലിന്റെ വാതിലെല്ലാം അടച്ചിരുന്ന് കുറെ നേരം ഇരുന്ന് കരയാനായിട്ട് തുടങ്ങി.
പിന്നീട് ഒരു സിസ്റ്റർ ദൈവനിയോഗത്താൽ ദൈവാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് അവിടെ കടന്നു വന്ന് അദ്ദേഹമായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. ഒരു കൗൺസിലിംഗ് സെഷൻ നടക്കുകയാണ്. അദ്ദേഹം അവസാനം ഈ അച്ഛൻ പറയുകയാണ്, അച്ഛന്റെ ജീവിതത്തിലെ വലിയ 2 തെറ്റുകളെ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ യേശു മാത്രമല്ല ഏക ദൈവം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. മറ്റുള്ള ദൈവങ്ങളെല്ലാം ദൈവത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്തായിരുന്നു. അത് മാത്രമല്ല, യേശുവിലൂടെ മാത്രമാണ് രക്ഷ ഉള്ളൂ എന്ന് നമുക്കറിയാം. മറ്റു ഒരുവനിലും രക്ഷയില്ലെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു, സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെ പറയുകയും ഉള്ളവരുടെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. യേശുവിലൂടെ മാത്രമല്ല മറ്റുള്ളവരിലൂടെയും രക്ഷ ഉണ്ടാകുമെന്ന് ഈ ദാനിയേൽ പൂർണ്ണത്തിൽ അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഒരു പാപമായിട്ട് കിടന്നിരുന്നു. അപ്പൊ അച്ഛൻ പറയുകയാണ്, എത്രമേൽ പ്രാർത്ഥിച്ചിട്ടും എത്രമേൽ വചനത്തിലായിട്ടും വളരാനായിട്ട് സാധിക്കുന്നില്ല. എന്തോ കെട്ടിയിട്ടതുപോലെയുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് പറയാണ്, ഈ പാപം വെളിപ്പെട്ട് കിട്ടുകയാണ്. അത് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തിയത്. പിന്നീട് അദ്ദേഹം ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ളതും മറ്റ് ലിറ്റർജിയോട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഒക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. അതിന്റെ കൂടെ അദ്ദേഹം നിരീശ്വരവാദികൾ എഴുതിയ ഒരു സീരീസ് ഓഫ് ബുക്ക്, ഏതാണ്ട് 30 ബുക്കുകൾ, അതിന്റെ ഒരു നമ്പറൊക്കെ പറയുന്നുണ്ട്. അതും പുള്ളി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ദൈവാത്മാവ് വെളിപ്പെടുത്തി ആ പുസ്തകം എടുത്ത് ദൂരെ കൊണ്ടുപോയി കത്തിച്ച് കളയണമെന്ന് വെളിപ്പെടുത്തി. ഈ 2 കാര്യം ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയാണ്, അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ വലിയ ഉയർച്ചയും ഇന്ന് കാണുന്ന രീതിയിൽ അനേക ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ദൈവത്തിന്റെ വചനം എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു അഭിഷേകത്തിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ പാപങ്ങളും എൻ്റെ തിന്മകളും എൻ്റെ അകൃത്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെ വന്നു പോയിട്ടുള്ള ദൈവത്തിന് വേദനയുള്ളതായ എല്ലാ പ്രവർത്തികളും എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറിൽ ആരും കാണാതെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് അത് കുംഭസാരത്തിൽ ഏറ്റു പറയണം. പ്രിയപ്പെട്ടവരെ, വലിയ വിടുതലുണ്ടാകും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ തലമുറകൾക്കും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിനും ഒക്കെ വലിയ വിടുതൽ ഉണ്ടാകുമെന്ന് എനിക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവാണ് ഈ തെറ്റുകളെ ഗ്രഹിക്കാൻ നമ്മെ സഹായിക്കുന്നതും അതുപോലെ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ വെളിപ്പെടുത്തി തരുന്നതും. അതുകൊണ്ട് ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പിന്നീട് നമുക്കൊരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് ഈ ഭാഗം വിടാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 ഒന്ന് എടുക്കാമോ? യെശയ്യാവ് 59 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കാമോ? യെശയ്യാവ് 59 1ഉം 2ഉം വാക്യങ്ങൾ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകേട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. മതി. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. അതായത് നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ തകർച്ചകളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായിട്ടുമില്ല. അല്ലെങ്കിൽ ദൈവം പൊട്ടനല്ല, അങ്ങനെയാണ് വേണമെങ്കിൽ പറയാവുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയിൽ ദൈവം എന്തുകൊണ്ട് ഇടപെടാത്തത്, എന്താ ഒരു മാറ്റം ഉണ്ടാകാത്തത് എന്ന് ഈ യെശയ്യാവിലൂടെ ദൈവാത്മാവ് ചോദിക്കുകയാണ്. ചോദിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ
അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കുന്നത്. അപ്പൊ കണ്ടോ, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ അകൃത്യം, നിങ്ങളുടെ പാപം, അതായത് പാപം, ഇത് ദൈവബന്ധം നമ്മളിൽ നിന്ന് വിച്ഛേദിച്ച് കളയും. അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ എത്ര തന്നെ നോമ്പെടുത്താലും, നമ്മൾ എത്ര സൽപ്രവൃത്തി ചെയ്താലും, നമ്മൾ എന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ നമ്മുടെ തലയിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ അനുദപിക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഒരു മടിയും കൂടാതെ ദൈവസന്നിധിയിൽ കുമ്പസാര സമയത്ത് ഏറ്റു പറയണം. അങ്ങനെ ഏറ്റു പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ് ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് നിങ്ങളെ ഏത് പ്രതിസന്ധിയാണോ നിങ്ങൾ നേരിടുന്നത് ആ പ്രതിസന്ധി മാറ്റി, ആ പ്രതിസന്ധിയിലൂടെ വഴിയൊരുക്കി നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം ഇതൊക്കെ ദൈവത്തിന്റെ വളരെ ശക്തമായ വചനങ്ങളാണ്. അതായത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നിന്റെ മക്കളുടെ തകർച്ചകൾ, നിന്റെ ഭർത്താവിന്റെ കുത്തഴിഞ്ഞ ജീവിതം, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇതെല്ലാം ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ദൈവത്തിന് ഇടപെടാനുള്ള ഒരു ഗ്യാപ്പ് നീ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ നന്നായിട്ട് അനുദപിച്ച് നിന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഓർമ്മയിൽ ദൈവാത്മാവിന്റെ സഹായത്തോടെ ദൈവവചന ധ്യാനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തരുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച്, കാരണം പലതും മറന്നു പോകും, എഴുതി വെച്ച് എന്ത് ചെയ്യണം? വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുരോഹിതന്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരം ഇറങ്ങിയിരിക്കും. കാരണം ദൈവത്തിന്റെ കൈ മന്ദമായിട്ടില്ല, അവന്റെ ചെവി, ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല, അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവം പ്രവർത്തിക്കാൻ സന്നദ്ധനാണ്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മള് വഴിയൊരുക്കണം അതിനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കീർത്തനക്കാരനെ പോലെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകണം. ദൈവമേ, എൻ്റെ തെറ്റുകൾ ഗ്രഹിക്കാനായിട്ടും അതുപോലെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ലഭിക്കാനും തക്കവണ്ണം എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ ദൈവമേ, ഞാൻ നിഷ്കളങ്കനും പാപമില്ലാത്തവനുമായി ഈ ലോകത്ത് ജീവിക്കാനും നിലകൊള്ളുവാനും സാധിക്കുമെന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നീട് അവസാനം ഒരു പ്രാർത്ഥനയാണ്: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വത്തെ അദ്ദേഹം വർണ്ണിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും കണ്ടിട്ട് അത് ദൈവത്തിന്റെ കരമാണെന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നീട് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിന്റെ പ്രത്യേകതകളും അതിലൂടെ നമുക്ക് ദൈവം തരുന്ന വലിയ കൃപകളും എന്താണെന്ന് സങ്കീർത്തനക്കാരനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. പിന്നീട് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇത് ഒരു പ്രാർത്ഥനയാണ്. സ്വന്തം പാപങ്ങൾ വെളിപ്പെട്ട് കിട്ടാനും അതുപോലെ പാപമില്ലാത്തൊരു ജീവിതത്തിലൂടെ ഈ ലോകത്ത് അനുഗ്രഹിക്കപ്പെടുവാനും അനുഗ്രഹീതമായ ജീവിതം മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തുന്നത്. അതാണ് 19-ാം സങ്കീർത്തനം. പിന്നീട് 20-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 20-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാമോ? യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവൻ ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ.
മതി. 20-ാം സങ്കീർത്തനം. ഈ ഇത് എഴുതിയത് ആരാന്നറിയാം? ദാവീദ് സംഗീത പ്രമാണിക്ക് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തെ പറ്റി വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ രാജഭരണമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. രാജാവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ആശംസ ആണ് ആദ്യത്തെ 5 വാക്യങ്ങൾ, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അതായത് യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു രാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ആശംസയാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ. അല്ലെങ്കിൽ അതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നിനക്ക് ഇതെല്ലാം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അതാണ് നമ്മൾ ആദ്യം വായിച്ചു കേൾക്കുന്നത്. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. നമുക്കറിയാം യുദ്ധത്തിന്റെ കാലഘട്ടം അത് നല്ല കാലഘട്ടമല്ല, കഷ്ടകാലമാണ്. ഈ കാലഘട്ടത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അതായത് ശത്രുക്കളുടെ മുമ്പാകെ തല ഉയർത്തി നിലകൊള്ളാൻ, യുദ്ധത്തിൽ വിജയിച്ച് തല ഉയർത്തി മടങ്ങി വരാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നെ താങ്ങുമാറാകട്ടെ എന്ന് എഴുതിയിരിക്കുകയാണ്. അതായത് സ്വർഗത്തിൽ നിന്ന് ദൈവം സഹായം അയച്ച് യുദ്ധത്തിൽ നിനക്ക് വിജയം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നീട് നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. രാജാവേ, നിന്റെ പ്രാർത്ഥനകളും നിന്റെ അപേക്ഷകളും നിന്റെ ബലികളും എല്ലാം ദൈവം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ദൈവം അതെല്ലാം ഓർത്ത് നിനക്ക് വിജയം തരട്ടെ എന്ന് അദ്ദേഹത്തിന് ആശംസിക്കുന്നു. പിന്നീട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. എന്തായിരിക്കും ഹൃദയത്തിലെ ആഗ്രഹം? തീർച്ചയായിട്ടും യുദ്ധത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്തി വിജയപൂർവം തന്റെ സേനയ്ക്കൊന്നും ഒരു ആപത്തും ഇല്ലാതെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന് സന്തോഷത്തോടെ മടങ്ങി വരാനുള്ള ആഗ്രഹമായിരിക്കും തീർച്ചയായിട്ടും യുദ്ധത്തിന് പുറപ്പെടുന്ന രാജാവിന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നത്. പിന്നീട് 5, ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും, യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. പിന്നീട് പറയുകയാണ്, ഈ ജയം ഉണ്ടായി നീ മടങ്ങി വരുമ്പോ അതിനകത്ത് ഞങ്ങൾ ഘോഷിച്ച് ഉല്ലസിക്കും. വലിയൊരു പ്രത്യാശയോടുകൂടിയാണ് ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സഹായത്താൽ നീ ജയിച്ച് മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ആനന്ദിക്കും, ഘോഷിച്ചുല്ലസിക്കും. പിന്നീട് പറയുന്നത്, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. അതായത് കൊടി ഉയർത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് ഇതിന്റെ മഹത്വം എല്ലാം കൊടുക്കുക. രാജാവേ, നിനക്കായിരിക്കില്ല, മറിച്ച് ഈ വിജയം തന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കും. അതാണ് പറയുന്നത്, ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. പിന്നെ യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. ഏറ്റവും അവസാനം പറയുകയാണ്, രാജാവേ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നീട് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നു. അതായത് ഇതിനു വേണ്ടി ദൈവത്തോട് കൃതജ്ഞത അർപ്പിക്കുകയും അവരുടെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമരുളും. ഇത് വിശ്വാസമാണ്. വിശ്വാസം അത് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലാറില്ലേ, അതേപോലെ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. യഹോവ തന്റെ അഭിഷിക്തനെ, അതായത് രാജാവ് അഭിഷിക്തനാണ്, അനോയിന്റഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. രക്ഷിക്കുന്നു, അത് വിശ്വാസമാണ്. വിശ്വാസം ഏറ്റു പറയുകയാണ്, എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരം അരുളും. ഉത്തരം അരുളണമേ എന്നല്ല, ഉത്തരം അരുളും. അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. പിന്നീട് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ, നമുക്കെതിരെ ഒരു
പ്രയാസപൂർണമായ രീതിയിലുള്ള പ്രവർത്തികളുമായിട്ട് ചിലർ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് നമ്മുടെ കഴിവിലോ, അതാണ് പറയുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. നമ്മുടെ കഴിവിലോ, നമ്മുടെ സമ്പത്തിലോ, നമ്മുടെ അധികാര ബന്ധത്തിലോ ഒന്നുമില്ല ഇടപെടേണ്ടത്. മറിച്ച് ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പൊ ദൈവം ഇടപെടുവോ? ഈ വേദപുസ്തക ചരിത്രത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് വായിച്ചോ, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരും ഭഗ്നാശരായിട്ടില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വാക്യാണ്, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. പ്രഭാഷകൻ ബാറാ സിറാക്ക് ആ പുസ്തകത്തിൽ ഉള്ളൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ച ആർക്കും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. അവന്റെ മുഖപ്രകാശത്തിലേക്ക് നോക്കിയവർക്ക് ആർക്കും പിന്നീട് അതിനെ ഓർത്ത് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. യെശയ്യാവ് 37, 36 എടുക്കാമോ? 36-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. യെശയ്യാവ് 36-1. ഹിസ്കിയ രാജാവിന്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൽഹെമീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. മതി. ഇതെവിടെയാണ്? ഹിസ്കിയ രാജാവ്, അതായത് യഹൂദ രാജാവായിരുന്നു ഹിസ്കിയാവ്. ഈ ഹിസ്കിയാവാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? 15 വർഷം കൂടെ ആയുസ് നീട്ടിക്കിട്ടുന്നത്. കാരണം ദൈവം അരുളപ്പാട് കൊടുത്തായിരുന്നു, അതായത് നീ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്താനായിട്ട് പറയുമ്പോൾ ഹിസ്കിയാവ് ചുമരിനോട് അഭിമുഖമായിട്ട് കടന്ന് വാവിട്ട് നിലവിളിച്ചു. അങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ യെശയ്യാ പ്രവാചകൻ ിലൂടെ വീണ്ടും അരുളപ്പാട് ലഭിക്കുകയാണ്, നിനക്ക് 15 വർഷം നീട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ ഈ ഹിസ്കിയാവിനെ രാജാവ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അശൂർ രാജാവായ സെൻഹെരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അപ്പൊ ശത്രു വന്ന് വളഞ്ഞ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി നിലനിർത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരെന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ് രാബ്ശേഖെ അവരോട് പറഞ്ഞു എന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത്, അശൂർ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്ക് അത്രയെന്ന് ഞാൻ പറയുന്നു. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്? ഈ ചോദ്യം ശത്രുപക്ഷത്തു നിന്ന് ഈ രാജാവിന്റെ ഒരു മുഖ്യമായിട്ടുള്ള ഒരാള് കടന്നു വന്ന്, അദ്ദേഹത്തിന്റെ പേരാണ് രാബ്ശേഖെ. അദ്ദേഹം കടന്നു വന്നിട്ട് സൈന്യാധിപനായിരിക്കാം, വന്ന് ചോദിക്കുകയാണ്, നീ ആരിൽ ആശ്രയിക്കുന്നത്? കാരണം നിന്റെ രാജ്യത്തിലുള്ള ഭടന്മാരെക്കാട്ടിലും 10 ഇരട്ടി ഭടന്മാരുമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നീ ആരിലാണ് ആശ്രയിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ഹിസ്കിയാവ് ആശ്രയിക്കുന്ന ദൈവത്തിലാണ്. അദ്ദേഹം ദൈവത്തോട് ആ കാലഘട്ടത്തിൽ യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം ഈ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. പിന്നീട് നിങ്ങൾ 37-ാം അധ്യായം എടുക്കാമോ? 37-ന്റെ 36. ഇതിന്റെ ഒരു പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. ഈ അശൂർ രാജാവിനും അതിന്റെ സൈന്യത്തിനും എന്താ സംഭവിക്കുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുക. 37-ന്റെ 36 വായിക്കാമോ? എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു, അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച ഹിസ്കിയ രാജാവിനും യഹൂദന്മാർക്കും ലഭിച്ച കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവർക്ക് ലഭിച്ച വിജയം. എങ്ങനെയാണ് വിജയം ഉണ്ടാകുന്നത്? എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ, അങ്ങനെ പറഞ്ഞ എത്രയത്? 185,000 പറയാമോ? കണക്കറിയുന്നവരെന്ന് പറയാമോ? 1,85,000. അതെ, 1,85,000 പേരെ കൊന്നുകളയുകയാണ്. എത്ര ദൂതന്മാര് വന്നിട്ടാണ്? ഒരു ദൂതൻ. യഹോവയുടെ ഒരു ദൂതൻ വന്ന് എന്താ സംഭവിക്കുന്നത്? അതായത് 1,85,000 പേരെ കൊന്നുകളഞ്ഞു. കണ്ടോ? ദൈവത്തിൽ ആശ്രയിച്ചാൽ പ്രിയപ്പെട്ടവരെ, ദൈവം എന്ത് ചെയ്യും? ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും.
ഞാൻ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ ഇവിടെ ഇതിനു വേണ്ടി ഒരുങ്ങിയ സമയത്ത് പെട്ടെന്ന് കണ്ടൊരു വാക്യാണ്. അത് കണ്ടെത്തണം. ഞാൻ അതിന്റെ റെഫറൻസ് ഓർക്കുന്നില്ല. ഞാൻ തപ്പിക്കോട്ടെ. നല്ലൊരു വചനമാണ്. അതെ, 2 ദിനവൃത്താന്തം 16:9 ഒന്ന് വായിക്കാമോ? 2 ദിനവൃത്താന്തം നിങ്ങൾക്ക് പഠിച്ച അധ്യായമാണ്. 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അതായത് യഹോവയുടെ കണ്ണ് എങ്ങനെയാണ്? തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, പൂർണ്ണമായിട്ടും ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ചിലർ രഥങ്ങളിലും, അതായത് ചിലർ അവരുടെ കഴിവിലും അധികാരവും ഉപയോഗിച്ച്, അല്ലെങ്കിൽ പണം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കാപട്യ മാർഗത്തിലൂടെയൊക്കെ ചിലർ ആശ്രയിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അതായത് ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കും. അപ്പോ ഇങ്ങനെയാണ് 8-ാമത്തെ വാക്യം എന്താണ്? അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. ഇപ്പൊ കണ്ടോ, അശ്ശൂർ രാജാവ് സൈന്യസമേതം വന്ന് വളരെ ഭീഷണിയും അതുപോലെ തന്നെ കൊന്നുകളയെന്നുള്ള വലിയ വീരവാദമൊക്കെ മുഴക്കിയെങ്കിലും അവസാനം എന്ത് സംഭവിക്കുന്നത്? 1,85,000 വരുന്ന ആളുകളെ ദൈവത്തിന്റെ ഒരു ദൂതൻ വന്നിറങ്ങി കൊന്നുകളഞ്ഞ് അവർ പരാജിതരായിട്ട് മടങ്ങി പോകുന്നുണ്ട്. ഈ അശ്ശൂർ രാജാവിനെ പറ്റി പിന്നീട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ മക്കള് തന്നെ അദ്ദേഹത്തെ തിരിച്ചു ചെല്ലുമ്പോൾ കൊന്നുകളയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. നമുക്കെതിരായി നിൽക്കുന്നവരെ എല്ലാം ദൈവം നമ്മുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. അത് നമ്മൾ മനുഷ്യനെ കാണണ്ട, നമുക്കെതിരായി നിൽക്കുന്നത് പിശാചാണ്. പിശാചിന്റെ പ്രേരണയിലൂടെ മനുഷ്യർ കടന്നു വരാം. ആ മനുഷ്യരിലുള്ള പിശാചിനെ കർത്താവ് തകർത്ത് കളയും. ആ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കും. അല്ലെങ്കിൽ ഒരു വെറുപ്പിന്റെ, ഒരു മാത്സര്യത്തിന്റെ ചിന്താഗതി വരും. അങ്ങനെ വരരുത്. നമുക്കെതിരെ വരുന്നവർ പൈശാചിക അരൂപിയിലൂടെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു അങ്ങനെ പഠിപ്പിച്ചത്. നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? അവരുടെ മാനസാന്തരം സംഭവിക്കും. അവരുടെ ഉള്ളിലുള്ള പൈശാചിക അരൂപി ദൈവത്താൽ തകർക്കപ്പെടും. അങ്ങനെ വിജയം നമുക്ക് ലഭിക്കും. അവർ കുനിഞ്ഞു വീണു പോകും, അതായത് പിശാച് വീണു പോകും. പിന്നീട് എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഒരു വാക്യം കൂടെ വായിക്കാമോ? റോമർ 16:20 വായിക്കാമോ? റോമർ 16:20. വായിക്കാമോ? എടുത്ത് കിട്ടിയവര് വായിച്ചു. റോമർ 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. സമാധാനത്തിന് ജയമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കണ്ടോ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. ഈ നിങ്ങളുടെ കാൽക്കീഴെ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ, ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നവന്റെ കാൽ കീഴിൽ ശത്രുവായ സാത്താനെ ചതച്ചു കളയുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെയാണ്, അവർ കുനിഞ്ഞു വീണു പോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. ഒരു ശത്രുവിനും പരാജയപ്പെടുത്താൻ കഴിയില്ല. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, പാപം ഉപേക്ഷിച്ച് അനുതാപമുള്ള ഒരു ജീവിതം നയിക്കുന്നവനെ തകർക്കാൻ ഒരു ദുഷ്ട അരൂപിക്കും സാധിക്കില്ലെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും അവസാനം, യഹോവേ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരളയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ 20-ാം സങ്കീർത്തനം അവസാനിക്കുന്നു. നമ്മൾ ഈ 20-ാം സങ്കീർത്തനം ഇത് രാജാവിനെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന ആദ്യത്തെ 5 വാക്യങ്ങൾ അദ്ദേഹത്തിന് നടത്തുന്ന യുദ്ധത്തിന് പോകുന്ന രാജാവിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ. തുടർന്ന് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസം ഏറ്റുപറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് രാജാവിന് വേണ്ടി. അപ്പോൾ 20-ാം സങ്കീർത്തനവും
നമ്മൾ പഠിക്കാനായുള്ള പരിശ്രമം നടത്തി. ദൈവം നൽകിയ കൃപകൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. വചനത്തിന്റെ വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ അതിനുള്ള ആശയങ്ങളൊക്കെ ദൈവമാണ് തരുന്നത്. അത് തന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ സങ്കീർത്തനങ്ങളിലും ഇതുപോലെ ഒത്തിരി നിക്ഷേപങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാം വെളിപ്പെട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതെല്ലാം അനുഗ്രഹമായി അഭിഷേകമായി നമ്മുടെ ശിരസുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, 19-ാം സങ്കീർത്തനത്തിൽ അതിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിലൂടെ സങ്കീർത്തനക്കാരൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അങ്ങയുടെ മഹത്വത്തെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ വർണ്ണിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ദൈവമേ, ഞങ്ങളും അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ ലോകം, ഈ പ്രപഞ്ചം ദൈവമേ, ഇതെല്ലാം അങ്ങയുടെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അങ്ങയുടെ കരവേലയും അവിടുത്തെ മാഹാത്മ്യത്തെ, അങ്ങയുടെ വലിപ്പത്തെ വർണ്ണിക്കുന്നതുമാണല്ലോ ദൈവമേ. അങ്ങ് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിക്കുകയാണ് ദൈവമേ. തുടർന്ന് ദൈവവചനത്തിന്റെ പ്രത്യേകതകളെ പറ്റി ഞങ്ങൾ കണ്ടു. അത് നേരുള്ളതാണ്, അത് തികവുള്ളതാണ്, അത് വിശ്വാസ്യമാണ്, അത് സത്യമുള്ളതാണ്, നീതിയുള്ളതാണ്, അത് അല്പബുദ്ധികളെ ജ്ഞാനികളാക്കുന്നു, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, അത് തേനിനേക്കാളും മാധുര്യമുള്ളവയാണ് ദൈവമേ. അവയാൽ പ്രബോധനം ലഭിക്കുകയും അവയാൽ അത് ആചരിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് അവിടുന്ന് വെളിപ്പെടുത്തിയല്ലോ ദൈവമേ. അതുകൊണ്ട് വചനത്തെ സ്നേഹിക്കാൻ, വചനത്തെ വായിക്കാൻ, ധ്യാനിക്കാൻ, പഠിക്കാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിലൂടെ ദൈവിക പ്രബോധനം ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ലോകത്ത് ജീവിക്കാൻ, പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം പ്രാപിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ദൈവമേ യോഗ്യരാക്കി തീർക്കണമേ ദൈവമേ. പിന്നീട് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകൾ, തെറ്റുകൾ ഗ്രഹിച്ച് അറിഞ്ഞ് ദൈവവുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യെശയ്യാ 59 അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ കൈകൾ കുറുകിയിട്ടില്ല, എൻ്റെ ചെവി മന്ദമായിട്ടുമില്ല, എന്നാൽ എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളാണ് ദൈവമേ. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം വെളിപ്പെട്ട് കെട്ടുവാൻ ദൈവമേ, അവിടുത്തെ വചനത്തിലൂടെ ശോധന ചെയ്യുവാൻ, ആത്മാവിലൂടെ വെളിപ്പെട്ട് കെട്ടുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരയണമേ. അതിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും, പാപം വഴി വന്നിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ശാപങ്ങളും കെട്ടുകളും എല്ലാം അഴിക്കപ്പെട്ട് ദൈവമേ സ്വാതന്ത്ര്യത്തിൽ അനുഗ്രഹത്തിൽ ജീവിക്കാൻ ഈ ലോകത്ത് നിലകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. 20-ാം സങ്കീർത്തനത്തിലൂടെ ദൈവമേ അവിടുന്ന് നൽകിയ എല്ലാ ആശയങ്ങൾക്കും എല്ലാ സന്ദേശങ്ങൾക്കും അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, എന്നാലോ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവമേ, ഞങ്ങളുടെ കഴിവിലോ ഞങ്ങളുടെ ശക്തിയിലോ ഞങ്ങളുടെ പണത്തിലോ ഞങ്ങളുടെ ആരോഗ്യത്തിലോ ഒന്നിലും ആശ്രയിക്കാതെ ദൈവമേ പരിപൂർണമായിട്ടും അങ്ങയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ ശത്രുവായ സാത്താന്റെ തല നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയുമെന്നുള്ള വചനപ്രകാരം ദൈവമേ ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും അങ്ങ് ചതച്ചു കളഞ്ഞ് ഞങ്ങളെ രക്ഷയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് അവിടുന്ന് നയിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വചനത്തിന്റെ അമ്മേ, വചനപ്രകാരം ജീവിക്കാനുള്ള കൃപ ലഭിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. മോർഗീവറിയ സഹതായി സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇടവകയിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് പരിപാലിച്ചു കൊള്ളണമേ. ജയമുള്ള സ്ലീവായാൽ എല്ലാ ഭവനങ്ങളെ അവിടുന്ന് മുദ്ര വെക്കണമേ. മാലാഖമാരെ കാവൽ നിർത്തി ദൈവമേ എല്ലാ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ. പാപികൾക്ക് അനുതാപം കൊടുക്കണമേ. പാപബോധവും പശ്ചാത്താപവും കൊടുക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് കൂടുതൽ വിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം കൃപകൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും അബ്രഹാമ്യ ഭവനങ്ങൾ പാർപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ. ആമീൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭരാത്രി എല്ലാവർക്കും നേരുന്നു.